ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് വിജയിക്കാൻ നമ്മളൊരു ജീനിയസ് ആവേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയാമോ? അത് നമ്മുടെ ബുദ്ധിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ്. അതായത് ശരിക്കും വിജയിക്കേണ്ടത് മാർക്കറ്റിനെതിരെയല്ല, നമ്മുടെ സ്വന്തം മനസ്സിനെതിരെയാണ്. ഇതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയധികം സ്മാർട്ടായ ആളുകൾ പോലും മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പേടിച്ചെല്ലാം വിൽക്കുകയും മാർക്കറ്റ് കത്തിക്കയറുമ്പോൾ ആവേശത്തോടെ എല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നത്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലെ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി ഒരു ക്ലാരിറ്റിയിലേക്ക് വരാൻ റെഡിയല്ലേ? നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ ഒന്ന് പരിചയപ്പെടും. പിന്നെ മാർക്കറ്റ് ടൈം ചെയ്യാൻ നോക്കുന്നത് എങ്ങനെ ഒരു മണ്ടത്തരമാവുന്നു എന്ന് കാണും. അത് കഴിഞ്ഞ് ഡൈവേഴ്സിഫിക്കേഷൻ, കോസ്റ്റ് കുറയ്ക്കൽ, പിന്നെ ഡിസിപ്ലിൻ, ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ ഒരു കിടിലൻ പ്ലാനിലേക്ക് എത്താമെന്നും നമ്മൾ ചർച്ച ചെയ്യും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയിലെ ഏറ്റവും വലിയ തടസ്സം സ്റ്റോക്ക് മാർക്കറ്റോ രാജ്യത്തെ സാമ്പത്തികാവസ്ഥയോ ഒന്നുമല്ല, അത് നമ്മൾ തന്നെയാണ്. ശരിക്കുള്ള വില്ലൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പേടിയും അത്യാഗ്രഹവും ക്ഷമയില്ലായ്മയുമാണ്. ഈ ഒരു പ്രശ്നത്തിന് ബിഹേവിയറൽ ഫൈനാൻസിൽ ഒരു പേരുണ്ട്: ബിഹേവിയർ ഗ്യാപ്പ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു മ്യൂച്വൽ ഫണ്ട് 10% റിട്ടേൺ തന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് ചിലപ്പോൾ 7% മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. ആ ബാക്കി 3% ഇവിടെ പോയി. അത് നമ്മൾ പേടിച്ചു വിറ്റതും ആവേശം കൊണ്ട് വാങ്ങിയതും പോലുള്ള ഇമോഷണൽ തീരുമാനങ്ങൾ കാരണം നഷ്ടപ്പെട്ടതാണ്. അതാണ് ബിഹേവിയർ ഗ്യാപ്പ്. ഇതിൽ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും സേഫ്റ്റി നോക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന ഓവർ കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കാം. നമ്മുടെ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്താണെന്ന് തിരിച്ചറിയുന്നത് തന്നെ നമ്മുടെ വീക്ക്നെസ് മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് മാർക്കറ്റ് ടൈമിംഗ്. അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കുക. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷേ ഈ പെർഫെക്റ്റ് നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? നമുക്കൊന്ന് നോക്കാം. ചാൾസ് ഷ്വാബ് നടത്തിയ ഒരു അടിപൊളി പഠനമുണ്ട്. നമുക്ക് 5 ഇൻവെസ്റ്റേഴ്സിനെ സങ്കല്പിക്കാം. പെർഫെക്റ്റ് പീറ്റർ ഒരു മാന്ത്രികനാണ്. അയാൾ എല്ലാ വർഷവും മാർക്കറ്റിലെ ഏറ്റവും താഴ്ന്ന പോയിന്റിൽ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യും. ആഷ്ലി ആണെങ്കിൽ പണം കിട്ടിയാലുടനെ വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ നിക്ഷേപിക്കും. മാത്യു എല്ലാ മാസവും കുറച്ചായി ഇൻവെസ്റ്റ് ചെയ്യും. ഇനി റോസി, പാവം, അവിടെ ഭാഗ്യം ഭയങ്കര മോശമാണ്, എപ്പോഴും മാർക്കറ്റിന്റെ ഏറ്റവും ടോപ്പിലായിരിക്കും അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവസാനം ലാരി, അയാൾ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് ഒന്നും ചെയ്യാതിരിക്കും. ഒരു നിമിഷമൊന്ന് ആലോചിച്ച് നോക്കൂ. 20 വർഷം കഴിയുമ്പോൾ ഈ 5 പേരിൽ ആരുടെ അക്കൗണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ പണമുണ്ടാവുക? അപ്പോ റിസൾട്ട് വന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പെർഫെക്റ്റ് പീറ്റർ 1ാം സ്ഥാനത്തെത്തി. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. രണ്ടാമത് വന്ന ആഷ്ലിയും പീറ്ററും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലും വലിയൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മോശം ടൈമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത റോസി ഇല്ലേ, അവൾ പോലും ഒന്നും ചെയ്യാതെ വെറുതെ കാത്തിരുന്ന ലാരിയേക്കാൾ ഒരുപാട് പണമുണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: 20 വർഷം മാജിക് പോലെ പെർഫെക്റ്റ് ടൈമിംഗ് നടത്തിയ പീറ്ററിന് ആകെ കിട്ടിയ എക്സ്ട്രാ ലാഭം വെറും $15,522. അതായത് ഒരു വർഷം $700 താഴെ മാത്രം. ഇത്ര ചെറിയൊരു തുകയ്ക്ക് വേണ്ടി മാർക്കറ്റ് ടൈം ചെയ്യാൻ നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഓർത്തു നോക്കൂ. അപ്പോൾ പാഠം ഇതാണ്: എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ടൈം ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര നല്ല ഐഡിയയല്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെന്താണ് ശരിയായ വഴി? അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നമ്മുടെ എല്ലാ മുട്ടകളും ഒരേ കൊട്ടയിൽ വെക്കാതിരിക്കുക എന്ന ലളിതമായ ആശയം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഓരോ വർഷവും ഏത് അസറ്റ് ക്ലാസ്സാണ് സ്റ്റാർ പെർഫോമർ എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു വർഷം സ്റ്റോക്സ് ആയിരിക്കും മുന്നിൽ, അടുത്ത വർഷം ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കും, വേറൊരു വർഷം ബോണ്ട്സ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയിയെ നോക്കി ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ അല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. നിങ്ങളുടെ എല്ലാ പണവും സ്റ്റോക്ക് മാർക്കറ്റിലിട്ടാൽ ചിലപ്പോൾ വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പകുതി സ്റ്റോക്കിലും പകുതി ബോണ്ടിലുമായി മിക്സ് ചെയ്താൽ റിട്ടേൺ ചിലപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞേക്കാം. പക്ഷേ നിങ്ങളുടെ നഷ്ടസാധ്യത പകുതിയായി കുറയും. ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്ര കുറച്ചുകൂടി സ്മൂത്താക്കും. നമ്മുടെ സിമ്പിൾ പ്ലാനിലെ അടുത്ത പോയിന്റ് ചെലവുകൾ കൺട്രോൾ ചെയ്യുക എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഫീസും കമ്മീഷനൊക്കെ കാലം കഴിയുന്തോറും നമ്മുടെ സമ്പത്തിനെ പതുക്കെ ഇല്ലാതാക്കും. ഈ ചാർട്ടൊന്ന് നോക്കൂ. വെറും 2% വാർഷിക ഫീസ് നമ്മുടെ സമ്പത്തിൽ എത്ര വലിയൊരു നഷ്ടമാണുണ്ടാക്കുന്നതെന്ന് കണ്ടോ? ശരിക്കും ഞെട്ടിക്കുന്ന കണക്കാണത്. 30 വർഷം കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ഫീസ് മാത്രം നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും.
അതുകൊണ്ട് കോസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായ വാറൻ ബഫറ്റ് പറയുന്നതും ഇതുതന്നെയാണ്. ഒരു ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടിൽ റെഗുലറായി ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് മറന്നേക്കുക. ബാക്കി സമയം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണ്. നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പോരാ, ആ പ്ലാനിൽ എന്തു വന്നാലും ഉറച്ചു നിൽക്കാനുള്ള ഒരു ഡിസിപ്ലിൻ വേണം. മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ പേടിക്കാതെ നമ്മുടെ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കഴിവാണ് ശരിക്കുള്ള സൂപ്പർ പവർ. 2020 കോവിഡ് സമയത്തെ കാര്യം ഓർമ്മയില്ലേ? മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിഞ്ഞപ്പോൾ പേടിച്ചെല്ലാം വിറ്റൊഴിഞ്ഞവർക്ക് വലിയ നഷ്ടമാണ് തന്നത്. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നവർക്ക് നല്ലൊരു ലാഭം കിട്ടുകയും ചെയ്തു. ഇത് നമുക്ക് തരുന്ന പാഠം ഇതാണ്: നിങ്ങളുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക, പാനിക്കാവരുത്. വാറൻ ബഫറ്റിന്റെ മിസ്റ്റർ മാർക്കറ്റ് എന്ന ഐഡിയ ഓർത്തുവെക്കുന്നത് എപ്പോഴും നല്ലതാണ്. മാർക്കറ്റിനെ ഒരു മൂഡി ബിസിനസ് പാർട്ട്ണറായി സങ്കൽപ്പിക്കുക. ചിലപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷനായിരിക്കും. നമ്മൾ എന്തു ചെയ്യണം? അയാളുടെ മൂഡിനനുസരിച്ച് ചാഞ്ചാടനോ? വേണ്ട. അയാൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ, അതായത് മാർക്കറ്റ് താഴെയായിരിക്കുമ്പോൾ, നമ്മൾ ആ അവസരം മുതലെടുക്കണം. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം വെച്ച് നമുക്കൊരു സിമ്പിൾ പ്ലാൻ ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ നമ്മുടെ ഇമോഷൻസ് കാരണം ഇത് ഫോളോ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. വാൻഗാർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഈ 4 കാര്യങ്ങളും മനസ്സിൽ വെച്ചാൽ മതി. 1. നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ വേണം. എന്തിനാണ് ഈ പണം നിക്ഷേപിക്കുന്നതെന്നറിയണം. 2. ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, അതായത് പലയിടത്തായി നിക്ഷേപിക്കുക. 3. കോസ്റ്റ് കുറയ്ക്കുക, ചുമ്മാ ഫീസൊക്കെ കൊടുത്ത് പണം കളയരുത്. 4-മത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഡിസിപ്ലിൻ. എന്തു വന്നാലും നമ്മുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള വഴി. വാറൻ ബഫറ്റിന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻവെസ്റ്റിംഗ് എന്നത് നിങ്ങളുടെ ഐക്യുവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്വഭാവത്തെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് ചിന്തിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നോക്കൂ, മാർക്കറ്റിന് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് നമ്മളെ തന്നെയാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ പ്രെഡിക്റ്റബിൾ ആവട്ടെ.